നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ ജനുവരി 14 സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് മാറും, ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത പകലും രാത്രിയും തുല്യമായിരിക്കും. ഇതിനെ മകരസംക്രാന്തി, അതുപോലെ മകരച്ചൊവ്വ എന്നൊക്കെ പറയും. സൂര്യൻ ആത്മകാരകനാണ്, പിതാവിൻ്റെ സ്ഥാനമാണ് സൂര്യന്. ഒരു മാസം ഇനി സൂര്യൻ മകരൻ രാശിയിലായിരിക്കും. ഈ മകരൻ രാശിയിലുള്ള രാശിമാറ്റം നിങ്ങൾക്ക് ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ്, അതിനുള്ള ചെറിയ പരിഹാരങ്ങൾ അവസാനം പറയുന്നുണ്ട്. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. ഇവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനും മനസ്സിന് സന്തോഷമുണ്ടാകാനും ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാകാനും നല്ലതാണ്. ഇടവൻ രാശി, കാർത്തികയുടെ അവസാന പാദം, രോഹിണി, മകീരത്തിൻ്റെ പകുതി ഭാഗം. ഇവർക്ക് ഉന്നത പഠനത്തിന് പറ്റിയതാണ്. അതുപോലെ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിനും ഒരു കൺഫ്യൂസ് വരും. അതുപോലെ സാമ്പത്തികമായിട്ട് മെച്ചമായിരിക്കും. മിഥുനൻ രാശി, മകീരത്തിൻ്റെ അര, തിരുവാതിര, ഉണർദത്തിൻ്റെ മുക്കാൽ ഭാഗം. ഇവർക്ക് എല്ലാ കാര്യവും നല്ലതായിരിക്കും. ആത്മവിശ്വാസം ഉണ്ടാകും. ജോലിയിൽ പ്രമോഷൻ, മനസ്സിന് സന്തോഷമൊക്കെ ഉണ്ടാകും. കർക്കിടകൻ രാശി, പുണർദം, അവസാന ഭാഗം, പൂയം, ആയില്യം. ഇവർക്ക് എല്ലാ കാര്യവും നല്ലതായിട്ട് നടക്കും. ശത്രുക്കളിൽ നിന്ന് ജയിക്കും. ലാഭം പ്രതീക്ഷിക്കാം. ചിങ്ങൻ രാശി, മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വരുമാനമുണ്ടാകുമെങ്കിലും ഒപ്പം ചെലവും ഉണ്ടാകും, ടെൻഷനും ഉണ്ടാകും. ആരോഗ്യമായിട്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. കന്നിരാശി, ഉത്രത്തിൻ്റെ അവസാന ഭാഗം, അത്തം, ചിത്തിരയുടെ അര. മനസ്സിന് സന്തോഷമുണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഗുണം. പ്രണയിക്കുന്നവർക്കൊക്കെ കാര്യം സാധിക്കും. തുലാം രാശി, ചിത്തിരാര, ചോതി, വിശാഖം. ഇവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. വരുമാനം കൂടുതലായിരിക്കും. ആത്മവിശ്വാസം കൂടും. വൃശ്ചികൻ രാശി, വിശാഖം, അവസാനത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഇവർക്ക് വരുമാനമുണ്ടാകും, ഒപ്പം ചെലവും ഉണ്ടാകും. മനസ്സിന് ധൈര്യം കൂടുതലുണ്ടാകും. അതുപോലെ മൊത്തത്തിൽ ഒരു സമ്മിശ്ര ഫലമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം. ഇവർക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും. മനസ്സിന് സന്തോഷമുണ്ടാകും. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മകരൻ രാശി, ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ അര. സാമ്പത്തികമായിട്ട് ഏറ്റക്കുറച്ചിലുണ്ടാകും. ദേഷ്യം നിയന്ത്രിക്കുന്നത് നല്ലതാണ്. എല്ലാ കാര്യവും കുഴപ്പമില്ലാതെ പോകും. കുംഭൻ രാശി, അവിട്ടത്തിൻ്റെ അര, ചതയം, പുരുരുറ്റാതി, മുക്കാൽ ഭാഗം. സാമ്പത്തികമായിട്ട് നല്ലതായിരിക്കും. മൊത്തത്തിലൊരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കഠിന പ്രയത്നം കൊണ്ട് എല്ലാ കാര്യവും നടക്കും. മീനൻ രാശി, പുരുരുറ്റാതി കാൽഭാഗം, ഉത്രറ്റാതി, രേവതി. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും. ശത്രുക്കളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകുമെങ്കിലും എല്ലാ കാര്യവും നന്നായിട്ട് നടക്കും. ഇനി പരിഹാരമായിട്ട് ഓം സൂര്യായ നമഃ 11 തവണ ചൊല്ലുക. അതുപോലെ തന്നെ ആദിത്യ ഹൃദയം ചൊല്ലുക. ഓം നമഃശിവായ 21 തവണ ചൊല്ലുക. എല്ലാവർക്കും എല്ലാ നന്മകളും വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ഒപ്പം ആരോഗ്യവും വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.